നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. ബദ്രയുടെ മുറിയുടെ മറവിൽ ഒരു തൂണിന്റെ മറവറ്റിന്ന ആവണിയുടെ കണ്ണുകളിൽ പകയെരിഞ്ഞു. ആ പകയുമായി അവൾ താഴേക്ക് വന്ന മറ്റുള്ളവർക്കൊപ്പം കൂടി. അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അമ്മേ. അവൾ ഈ ജാന്റെയാ, എന്റെ മാത്രം. മാരേജ് ഉടനെ നടത്താം. എന്റെ മാരേജിന് മുന്നേ ഇവന്റെയും കാവിയുടെയും വിവാഹം നടത്തണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എങ്കിലും വൈകില്ല, രണ്ടും അടുത്തടുത്ത ഡേറ്റിൽ നടത്താം. എന്താ? ജാൻ ഭദ്ര കൊടുത്ത ഉറപ്പിൽ കുടുങ്ങിക്കിടന്നു ആവണി. ജാൻ തനിക്ക് നഷ്ടമാവുമെന്നൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അതിന് നീലാംബരി ഈ ഭൂമിയിൽ ഉയരോടെ ഉണ്ടാവണമല്ലോ. ആവണി ചൈതന്യക്ക് അടുത്തേക്ക് നടന്നു. എന്താണ് ഈ ഉണ്ണിയേട്ടൻ ഇങ്ങനെ? അത്രയ്ക്ക് വലിയ തെറ്റാണ് ഞാൻ ചെയ്ത്. എൻ്റെ സ്ഥാനത്ത് നീ ഒന്ന് ചിന്തിച്ചു നോക്കി. എല്ലാ സത്യങ്ങളും അറിഞ്ഞ നിമിഷം ഉണ്ണിയേട്ടൻ നേരി കാണുമ്പോൾ എങ്ങനെയാ ഓടിപ്പോയി സന്തോഷത്തോടെ സംസാരിക്കാൻ കഴിയുക? കിരണയുടെ സ്വന്തം സഹോദരനാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒന്ന് അടുത്തുപോലും പോയി നിൽക്കാൻ കുറ്റബോധന അനുവദിക്കുന്നില്ല കാവ്യെ. അതും പറഞ്ഞുകൊണ്ട് അതീവ ദുഃഖത്തോടെ നില കാവ്യയെ നോക്കുമ്പോൾ കാവ്യ അവളെ ശാസിച്ചു. നിർത്തടി, തുടങ്ങിയില്ല അവള്. നിർത്തിക്കോ നീ. ഇനി മേലിൽ പഴയ കാര്യങ്ങൾ പറഞ്ഞാലേ അവരെ കൂടെ ഞാനും നിന്നെ തഴയും. തൃപ്തിയായി. അല്ല പിന്നെ ഒരു നാദച്ചങ്കാരൻ ലോകത്താർക്കും അച്ഛനില്ലാത്ത പോലെ പെണ്ണിന് സംസാരം പിടിച്ചു കിട്ടിയ പോലെ നിന്നു. ഒന്ന് രണ്ട് ഫോട്ടോ സെക്ഷനുകൾ ഇതിനോടകം കഴിഞ്ഞിരുന്നു. സ്വർണ്ണക്കാസുകൾ ഡിസൈൻ ചെയ്തെടുത്ത മനോഹരമായ ഒരു ഗൗൺ. മുൻപൊരിക്കലും എങ്ങും കണ്ടിട്ടില്ലാത്ത പോലൊരു വസ്ത്രവിസ്മയം. അതായിരുന്നു ലൂക്കസ് എബ്രാഹിമിന്റെ കൈകളിൽ പിറവിയെടുത്ത് ചൈതന്യയുടെ ശരീരത്തിനിണങ്ങുന്ന തരത്തിൽ ഷേപ്പ് ചെയ്ത വസ്ത്രം ധരിപ്പിച്ച് അവൾ അണിയിച്ചൊരുക്കി ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ആദ്യം തന്നെ ഷൂട്ട് ആരംഭിച്ച് കാവിനടുത്തുള്ള ചെറിയ കുളത്തിൽ നിന്നുമാണ്. ആ ചെറിയ കുളത്തിലേക്ക് ഇറങ്ങുന്ന മൺപടവുകളിൽ ഒട്ടും താല്പര്യമില്ലാതെ മുഖം ചുളിച്ചുകൊണ്ട് ചൈതന്യ ഇരിക്കുമ്പോൾ പ്രേം നിന്ന് വിയർത്തു. എത്ര ശ്രമിച്ചിട്ടും ഫോട്ടോക്ക് വേണ്ടുന്ന മിസ്റ്റീരിയസ് ഫേഷ്യൽ എക്സ്പ്രഷൻ ചൈതന്യയിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പ്രശ്നം. കയ്യിലിരുന്ന ഫയൽ വലിച്ചെറിഞ്ഞുകൊണ്ട് ജാൻ അലറി. What the hell is she doing? നിലത്തേക്ക് പറന്നു വീണ ഫയൽ ചെറിയൊരു ചമ്മലോട് ആവണി പെറുക്കിയെടുത്തു. PS ആയി പോയില്ലേ? നെറ്റിയിൽ ഒഴിഞ്ഞുകൊണ്ട് ജാൻ എഴുന്നേറ്റ് നടക്കുമ്പോൾ ചൈതന്യക്കുള്ള ഉപദേശവുമായി കിരൺ അവരുടെ അടുത്തേക്ക് പോയി. ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തി ഒന്ന് സ്ട്രെച്ച് ചെയ്ത ശേഷം ഉയർന്നു പൊങ്ങിയ തന്റെ ടീഷർട്ട് പിടിച്ചു താഴ്ത്തിക്കൊണ്ട് ജാൻ ചുറ്റുമൊന്ന് നോക്കി. പെട്ടെന്നാണ് ആ കാഴ്ച അവന്റെ കണ്ണിലുടക്കിയത്. നീലാംബരിയും കീർത്തനയും പൊരിഞ്ഞ വഴക്ക്. ഒപ്പം കാവ്യ എന്തൊക്കെ അലറി വിളിക്കുന്നുണ്ട്. പറ്റില്ല, ഇത് ഞാൻ പറിക്കാൻ സമ്മതിക്കില്ല. ഇത്രയും കാലത്തിനുള്ളിൽ ഞാൻ പോലും ഇതിൽ നിന്ന് പൂ പറിച്ച് തലയിൽ വെച്ചിട്ടില്ല. പിന്നെ ആ തള്ള കൊടുക്കുന്നു. നില വാശി പിടിച്ചുകൊണ്ട് പറയുമ്പോൾ കീർത്തനക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു. തള്ളയോ? ആരടി നിന്റെ തള്ള? അവരൊരു ഫേമസ് സിനിമ നടിയാ. നിന്നെ പോലെ ഈ പട്ടിക്കാടി കിടക്കുന്നവളല്ല. നീ സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ അമ്മാനോട് ഞാൻ പറയും പൂ പറിച്ചു തരാൻ. എന്താവശ്യമെങ്കിലും ചോദിച്ചോളാൻ അങ്ങനെ പറഞ്ഞേക്കുന്നു. ഓ, എന്നാ പോയി ചാകാൻ പറയാനോട്. ഇതിനേക്കാൾ വലിയ സഹായം ഇനി ചെയ്യാനില്ല. കാവ്യ കീർത്തനയോട് പറഞ്ഞു. അത്യാവശ്യം നല്ല ബഹളമാണ്. ചുറ്റൊന്നും മറ്റാരുമില്ല. തറവാട്ടിലുള്ളവർ ഒളിഞ്ഞും തെളിഞ്ഞും നോക്കുന്ന സിനിമാ നടിയുടെ ഫോട്ടോഷൂട്ട് ആയതുകൊണ്ട് ഈ ബഹളൊന്നും ആരും ശ്രദ്ധിച്ചില്ല. ജാന്റെ ശ്രദ്ധ പോകുന്നിടത്തേക്ക് ആവണിയെ നോക്കി. വഴക്കേണ്ടതും ആവണിക്ക് എന്തോ വല്ലാത്ത ഹരം തോന്നി. ജാൻ, ഡോണ്ട് വെറി, ഐ വിൽ ടേക്ക് കെയർ ഓഫ് എവരിതിങ്. അതും പറഞ്ഞ ആവണി നിലയുടെയും കീർത്തനയുടെ അടുത്തേക്ക് പോയി. പക്ഷെ അപ്പോഴും ജാന്റെ നോട്ട് അങ്ങോട്ടേക്ക് തന്നെയായിരുന്നു. എന്താ എന്താ ഇവിടെ? ആവണി ഇടുപ്പിൽ കൈകുത്തിയെന്ന് ചോദിച്ചു. അത് മാം, ചൈതന്യ മാഡത്തിന് അടുത്ത ഷൂട്ടിംഗ് സ്പോട്ട് ആ കാണുന്ന സർപ്പക്കാവാ. അപ്പം നാടൻ ലുക്കിന് ആപ്റ്റ് ആവുന്ന വിധം മുടിൽ കുറച്ച് മുല്ലപ്പൂ ചൂടിയാൽ നന്നാവുമെന്ന് പ്രേമി ലോക്കയും പറഞ്ഞു. ഈ മുല്ലച്ചെടിയിൽ നിന്ന് പൂ പറിക്കാൻ നീലാംബരി സമ്മതിക്കുന്നില്ല. കീർത്തനയ്ക്ക് ആവണി അത്ര പോരെങ്കിലും ഡ്യൂട്ടിയുടെ ഭാഗമായി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അല്പം ബഹുമാനം കാണിക്കേണ്ട ആവശ്യമാണല്ലോ. അതുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങൾ കീർത്തന വിശദീകരിച്ചു. ആവണി ഇപ്പോൾ നല്ല കുട്ടി ചമ്മലിന്റെ ഭാഗമായി നീലാംബരിയുടെ വല്ലാത്ത സ്നേഹപ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. നില, എന്താണോ ഇത്? കാര്യം നിന്റെ തറവാടൊക്കെ തന്നെയായത്. പക്ഷെ മുല്ലപ്പൂവിന് ഞങ്ങൾ എവിടെ പോവാനാ? പ്ലീസ് അണ്ടർസ്റ്റാൻഡ് അവർ സിറ്റുവേഷൻ. മനസ്സിൽ പകർന്നിറച്ച ആവണി നിലയെ നോക്കി ഇളിച്ചാട്ടിക്കൊണ്ട് പറഞ്ഞു. ആവണി മേഡം എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. നോക്ക്, ഒത്തിരി മുല്ല പൂക്കൾ നിൽക്കുന്നു. ഇത് പറിച്ചെടുക്കണേ പറന്നുപോയ മുല്ലവളിൽ വലിച്ചു പൊട്ടിക്കേണ്ടി വരും. മുല്ലച്ചെടി പൊട്ടിപ്പോവും. ഞാൻ സമ്മതിക്കില്ല. ദേഷ്യത്തോടെ നിൽക്കുന്ന തന്റെ കൂട്ടുകാരി ഒരു വശത്ത്, ഷൂട്ട് മുടങ്ങിയാൽ അലറി വിളിക്കുന്ന ജാൻ മറുവശത്ത്. കാവ്യക്ക് പ്രശ്നം പരിഹരിക്കാനുള്ള ത്വര വന്നു. നമുക്ക് കിരണിനോട് പറഞ്ഞ് പുറത്തുനിന്ന് പൂവ് വാങ്ങാം. എന്തായാലും സിറ്റി പോയാൽ പൂവ് ഇട്ടായിരിക്കില്ല. അങ്ങനെ കാവ്യയോടെ അഭിപ്രായം പറഞ്ഞു. ഈ പട്ടിക്കാടിൽ നിന്ന് സിറ്റി പോയി വരുമ്പോൾ എന്തായാലും രാത്രിയാവും. പിന്നെ ഇന്നത്തെ ഷൂട്ട് അടക്കില്ല. നാളെ നടത്താന്ന് വെച്ചാൽ നാളെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ മഴക്കുള്ള ഓറഞ്ച് അലേർട്ടാ. കീർത്തന പറയുമ്പോൾ നിലയാകെ വല്ലാതെയായി. വള്ളി പൊട്ടിയാൽ തന്റെ മുല്ലച്ചെടി പട്ടുപോകും. പിന്നെ തന്റെ പെട്ടിലേക്ക് പൂക്കൾ വീഴാതെയാവും. അപ്പോഴേക്കും കീർത്തന ശശിധരനെയും കൂട്ടി വന്നിരുന്നു. അതിനെന്താ മോളെ, അല്ലി തന്നെ കാട് പിടിച്ചെടുക്കുന്ന ഈ നാശം പിടിച്ച 2 ചെടികളും വെട്ടിക്കളായിരിക്കായിരുന്നു ഞാൻ. ഇപ്പൊ തന്നെ ഞാൻ ചെയ്തേക്കാം. അപ്പൊ ആവശ്യത്തിന് പൂക്കൾ നിങ്ങൾക്ക് കിട്ടും. ഏയ്, വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? ഉറച്ചൊരു ശബ്ദം പുറകിൽ കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി. ജാനാണ്. ഇരുകൈകളും പുറകിൽ കെട്ടി നോക്കി നിൽക്കുകയാണ്. ശശിധരൻ കാര്യങ്ങൾ വിശദമായി പറയുമ്പോൾ അവൻ നോക്കിയ നീലാംബരിയാണ്. ഇത്രയും നേരം നിന്ന് ചീറിയവൾ ശശിധരന്റെ നിഴൽവെട്ടം കണ്ട് നിന്ന് പരിങ്ങുന്നു.
മുല്ലച്ചെടിയെ നോക്കി കണ്ണുകൾ ചുമപ്പിച്ച് ഇപ്പോൾ കരയുമെന്ന ഭാവത്തിൽ നിൽക്കുകയാണ് നീലാംബരി. അപ്പോഴാണ് അവൻ ആ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന മുല്ലയും അതിനിടയിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് പൂത്തുമറിഞ്ഞു കിടക്കുന്ന നീലാംബരി ചെടിയെയും കാണുന്നത്. കണ്ണിൽ നിന്നും കൂളിംഗ് ഗ്ലാസ് എടുത്തു മാറ്റി അവൻ മുകളിലേക്ക് നോക്കി. ഏതോ ഒരു മുറിയുടെ ജനലിൽ മുട്ടിയൊരു നിൽക്കുന്ന മുല്ലച്ചെടിയെ നീലാംബരി ചെടിയും ചെക്കൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിയിട്ട് അവൻ അങ്ങനെ തന്നെ മുകളിലേക്ക് നോക്കിയെന്ന് കണ്ണുകൾ താഴ്ത്തി നീലാംബരിയെ നോക്കി. അവനെ തന്നെ നോക്കിയെന്നവൾ പെട്ടെന്ന് അവനിൽ നിന്നും മുഖം മാറ്റി കളഞ്ഞു. അത് ആരുടെ റൂമാ? ഉള്ളിൽ ഒളിപ്പിച്ച കുറുമ്പോടെ ജാൻ ചോദിക്കുമ്പോൾ ശശിധരനുള്ള മറുപടി കൊടുത്തു. നീലാംബരിയുടെ മുറിയാ. ആദ്യം മുല്ല മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എപ്പോഴാണ് ഈ കാട്ടുചെടി അതിൽ പടർന്നു കയറിയത്. ഇവിടെ പേര് തന്നെയാ നീലാംബരി. വെട്ടിക്കളഞ്ഞ ഈ കാടും പടപ്പൊക്കെ മാറി കുറച്ച് വെളിവായനെ അല്ലേ സാറേ? മുന്നിലൊരു കൊച്ചു ഗുഹ പോലെ ചുറ്റിപ്പടർന്നെടുക്കുന്ന ചെടികൾക്കിടയിൽ ആർക്ക് വേണമെങ്കിലും മറഞ്ഞു നിൽക്കാം. അത്രയും കെട്ടിപ്പുണർന്നാണ് മുല്ലയും നീലാംബരിയും ചേർന്ന് നിൽക്കുന്നത്. ഏയ് ജസ്റ്റ് ലീവ് ഇറ്റ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. സോ ഇത് മുറിച്ചു മാറ്റണ്ട. പിന്നെ ഇത്രയും കോടി മുടക്കി ഈ ഫോട്ടോഷൂട്ട് നടത്താമെങ്കിൽ കുറച്ച് മുല്ലപ്പൂ വാങ്ങാൻ എനിക്ക് കഴിയും. കീർത്തന, ഈസ് യുവർ പ്രോബ്ലം സോൾവ്ഡ്? ആ ഓക്കെ ജാൻ സർ. ഞാൻ പോകേണ്ടപ്പോ അവന്റെ ചോദ്യത്തിന് മുമ്പിൽ കീർത്തനിൽ നിന്ന് പതറി. ഇനഫ്. കീർത്തനക്ക് സാലറി തരുന്ന മിസ്റ്റർ ശശിധരനല്ല, ഞാനാണ്. സോ ഇഫ് യു ഹാവ് എനി ഓഫീസ് റിലേറ്റഡ് പ്രോബ്ലംസ് യു ക്യാൻ ടെൽ മീ ദാറ്റ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ, കീർത്തന പറഞ്ഞു. ദെൻ ലീവ്. കീർത്തന പോയതും ആൾക്ക് പിറകെ ഒരു പുച്ഛത്തോടെ ആവണിയും പോയി. ശശിധരൻ എന്ന പേര് നേരത്തെ തന്നെ ജാന്റെ നാവിൽ നിന്ന് കേട്ടപ്പോഴേ അയാൾ സ്ഥലം കാലിയാക്കിയതാണ്. ജാനും നിലയും കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ആക്കട്ടെ എന്ന് കരുതി കാവ്യ അവിടുന്ന് പോകുമ്പോൾ നീലാംബരിയും ജാനും മാത്രമായി അവിടെ. അവനിപ്പോൾ തന്റെ അടുത്തേക്ക് വരുന്ന കരുതി അവൾ അമ്പരപ്പിച്ചുകൊണ്ട് ചെക്കൻ സൺഗ്ലാസും വെച്ച് നടന്നുപോയി. ആ പോക്കേണ്ട നില പല്ല് അടിച്ചു. മഴ തകർത്ത് പെയ്യുകയാണ്. ബാക്കി ഷൂട്ടിംഗ് അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് കീർത്തന ഉൾപ്പെടെയുള്ള സ്റ്റാഫുകൾ ട്രാവലറിൽ കയറി തിരികെ ഹോട്ടലിലേക്ക് തന്നെ പോയി. 2 ക്യാരവാനുകളിൽ ഒന്നിലായി ആവണിയും ചൈതന്യം ഇരിക്കുകയാണ്. ഒന്നിലായി ജാനും കിരണും. ഫുഡും കാര്യങ്ങളൊക്കെ സിറ്റിയിലുള്ള ഒരു ഹോട്ടലിൽ നിന്ന് എത്തിക്കുകയാണ് ചെയ്തത്. ഈ കാര്യത്തിൽ തറവാട്ടിലുള്ളവർ ആശ്രയിക്കാൻ പാടില്ലെന്ന് ജാൻ നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യമാണ്. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ശശിധരൻ ഏറ്റൊരു അടിയായി പോയി അത്. കാരണം കടം വാങ്ങിയ പൈസയിൽ ആ പേരും പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ അയാൾ വാങ്ങിക്കൂട്ടിയിരുന്നു. കുറെ വിഭവങ്ങൾ ഉണ്ടാക്കി വിളമ്പി കിരണിനെയും ജാനെയും കുപ്പിയിലാക്കാമെന്ന അയാളുടെ തീരുമാനമാണ് ജാൻ തകർത്തടക്കിയതെന്ന് വേണം പറയാൻ. ആ നീലാംബരി നമ്മൾ കരുതും പോലെ ദരിദ്രവാസിയൊന്നുമല്ല. ഈ കാണുന്ന തറവാടും പിന്നെ ഏക്കർ കണക്കിന് പുരയിടങ്ങൾ വേറെയുണ്ടെന്നാ അറിയാൻ കഴിഞ്ഞ്. ആവണി ചൈതന്യയോടായി പറയുമ്പോൾ ചൈതന്യയുടെ മുഖത്ത് നിഴലിച്ച പുച്ഛഭാവമാണ്. സ്വത്ത് ഈ ഓണം കയറാൻ മൂലയിൽ പൊളിയാറായ വീടും കുറെ കാടുണ്ടെന്ന് എഴുതി. അവള് മഹാറാണിയൊന്നുമല്ല. അവൾ കാരണം എനിക്ക് ചെലവായത് നഷ്ടപ്പെട്ടതായ പണത്തിന്റെ പകുതിയില്ല ഈ കാണുന്നത്. 2 ബോളിവുഡ് മൂവീസ് എനിക്ക് നഷ്ടമായത് അറിയോ നിനക്ക്? ആക്ട്രസ് ചൈതന്യയുടെ ചിരിക്കുന്ന മുഖം മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ. എനിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. ചൈതന്യ പല്ലടിച്ചുകൊണ്ട് പറയുമ്പോൾ ആവണി അവൾ കാണാൻ നാവും ചുണ്ടും കടിച്ച് കൊഞ്ഞനും കാട്ടി. ഓ പിന്നെ തള്ളി മറിക്കുക തള്ള. നിന്റെ സ്വഭാവം ഇപ്പൊ പറഞ്ഞ കൊച്ചിനെ വരെ അറിയാം. കാമഭ്രാന്ത് മൂത്തിറക്കുന്ന നിനക്കല്ലേ ഹിന്ദി സിനിമ ഇട്ടാൻ പോകുന്നത്. വല്ല കിളവൻ പ്രൊഡ്യൂസറുമായിട്ടുള്ള ഒത്തുകൂടൽ പാളിപ്പോയി കാണും. അതിന്റെ കൊഴുപ്പാ നിനക്ക് നീലാംബരിയോട്. അല്ല എന്താ നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ചൈതന്യ മനസ്സിൽ ചീത്ത വിളിച്ചുകൊണ്ട് ആവണി നോക്കിയിരിക്കുന്നത് ചൈതന്യെ തന്നെയാണ്. ഏയ് ഒന്നുമില്ല. അത് നീ പറഞ്ഞ് ശരിയാ. ഈ കാണുന്ന സ്വത്തുക്കൾ നിന്റെ അത്രയും വരില്ല. പക്ഷെ മേനോസിന്റെ പകുതി അവകാശം അവളുടെ കൈ വന്നാൽ എങ്ങനെയുണ്ടാവും? വാട്ട്സ് റോങ് ആവണി? സ്വത്ത് മോഹിച്ച് നിനക്ക് വട്ടായോ? വാ തുറന്ന മേനോ കുടുംബത്തിന്റെ സ്വത്തിന്റെ കണക്കെടുപ്പല്ല ഒന്നും പറയാനില്ല നിനക്ക്. അത്രയ്ക്ക് സഹിക്കുന്നില്ല. ആ ജാന വല്ല ഡ്രഗ്സ് കൊടുത്ത് മയക്കി കിടത്തി അവന്റെ കൊച്ചിനെ വയറ്റിലുണ്ടാക്കാൻ നോക്ക്. ഇപ്പൊ അതും ട്രെൻഡാ. ക്യാരവാനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മിനി ഫ്രിഡ്ജ് തുറന്ന് 2 ടിൻ ബിയർ കയ്യിലെടുത്ത് അതിലൊരെണ്ണം പൊട്ടിച്ച് ആവണിക്ക് നേരെ നീട്ടിക്കൊണ്ട് ചൈതന്യം പറഞ്ഞു. അത് വാങ്ങി ഒരു കവിൾ കുടിച്ച് ചുണ്ട് തുടച്ചുകൊണ്ട് ഉള്ളിലെ സങ്കടം മുഴുവൻ ചൈതന്യയുടെ നേർക്ക് അഴിച്ചുവിട്ടു ആവണി. കുടിച്ചു തീർത്ത ബിയറിന്റെ കെട്ടുവിട്ട പോലെ തോന്നിപ്പോയി ചൈതന്യക്കപ്പോൾ. ഒരു പെണ്ണിനോട് മറ്റൊരു പെണ്ണിനെ തോന്നുന്ന അസൂയയുടെ അറ്റം കണ്ടു ചൈതന്യ. ആവണിയേക്കാൾ ഒരു പടി മുകളിൽ അത് കത്തിക്കയറി. കൊല്ലണം, കൊന്ന് കുഴിച്ചു മൂടണം ആ പന ഓളെ. ചൈതന്യയുടെ മുഖത്തെ ഭാവം കാണെ ആവണിയൊന്ന് പകച്ചു. ഒന്ന് പ്രോത്സാഹിപ്പിച്ചു വിട്ടാൽ ആ പുണ്യകർമ്മ ഈ സിനിമാ നടി തന്നെ നിർവഹിക്കുമെന്ന് ആവണിക്ക് മനസ്സിലായി. തന്നെ കൊണ്ട് ഇതിനൊക്കെയല്ലേ കഴിയും. അവളെ കൊന്നിട്ട് ജയിലിൽ പോകാനായിരുന്നെങ്കിൽ ജാന മോഹിക്കേണ്ട കാര്യമില്ലല്ലോ തനിക്ക്. ബിയർ ബോട്ടിലുകൾ പൊട്ടി. വീണ്ടും ചൈതന്യ ഫിറ്റ്. അല്ലെങ്കിൽ നീലാംബരി തന്നെ ആ പെണ്ണ്. നീ സിനിമയൊക്കെ ചെയ്ത് കുറെ സമ്പാദിച്ചു, അറിയപ്പെടുന്ന ഒരു നടിയായി. എന്നിട്ട് എന്ത് പ്രയോജനമുള്ളത്? നിനക്കെന്നും പറഞ്ഞൊരു ഫാമിലി ഉണ്ടോ? സ്നേഹിക്കാനൊരു പാർട്ട്ണറുണ്ടോ? 40-40 വയസ്സായില്ലേ നിനക്ക്? നീ ആ നീലാംബരിയുടെ അമ്മയെ കണ്ടിട്ടുണ്ടോ? നിന്റെ പ്രായം അവർക്കും. ഓ എന്തൊരു ഭംഗി അവരെ കാണാന്നറിയോ? മതി, നീ എന്നെ കൂടുതൽ ഉണ്ടാക്കാൻ വരണ്ട. ചൈതന്യയുടെ നാവ് കുഴഞ്ഞു. എങ്കിലും അവർ കുഴഞ്ഞ നാവ് കൊണ്ട് ആവണിയുടെ പ്ലാൻ പൊളിച്ച് കൈ കൊടുത്തു. എന്നെ എരികേറ്റി ചുളുവിൽ നീ നിന്റെ കാര്യം നേടാൻ വിചാരിക്കണ്ട. എനിക്ക് അവളോട്
ഒരേ ഒരു പക, അത് മാത്രമേ ഉള്ളൂ. അതവിടെ ആ ഭംഗിയുള്ള മുഖം മാത്രമാ. അല്ലാതെ അവള് ജാനെ കിട്ടുന്നതിൽ എനിക്കെന്താ കുഴപ്പം? നീ അല്ലെങ്കിൽ അവളല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരിക്കലും അവൻ്റെ പെണ്ണാവും. പക്ഷേ ഒരേ ഒരു ദിവസം എനിക്ക് അവനെ കഴിഞ്ഞു. ചൈതന്യക്കുള്ള പണി ലിക്കർ വെള്ളത്തിൽ ആവണി കൊടുത്തു. 2-3 ബോട്ടിൽ ബിയർ കുടിച്ച ശേഷം ചൈതന്യം അറിഞ്ഞിട്ടില്ല പിന്നീട് മുത്തി കുടിച്ച സാധനം എന്താണെന്ന്. കയ്യിലുള്ള റംബോട്ടിൽ ആവണി പുറത്ത് വലിച്ചെറിഞ്ഞു. ഒന്നുകിൽ നീലാംബരിയുള്ള പക ചൈതന്യയിൽ കൂട്ടണം, അല്ലെങ്കിൽ തിരികെ ഹോട്ടലെത്തിക്കാൻ പറ്റാത്ത വിധം ചൈതന്യെ കുടിപ്പിച്ച് ബോധം കെടുത്തണം. അതുമാത്രമേ ഇപ്പോൾ ആവണി ചിന്തിച്ചുള്ളൂ. ഡോർ തുറന്നൊരു കുടയുമായി തറവാട് ലക്ഷ്യമാക്കി നടന്നു ആവണി. മാമാ നിങ്ങൾ പൂസായത്ര വിട്ടെന്ന്. കള്ള് ഷാപ്പിൽ വൈകുന്നേരം കള്ളുടിക്കാൻ ഇറങ്ങിയതാണ് ദത്തനും മുകുന്ദനും. ഡെസ്കിൽ കമിഴ്ന്ന് കിടക്കുന്ന ദത്തനെ മുകുന്ദൻ കുലുക്കി വിളിച്ചു. 2 കൂട അകത്തി എന്നായിരുന്നു എനിക്ക് പൂസ് വരില്ല. എടോടാ, പിന്നെ എന്തോന്നകത്തി എന്നാലാ നിങ്ങൾ പൂസാകുന്നേ? നീ കണ്ടില്ലേടാ അവളെ കൈനീട്ടി അടിച്ച്, അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്റെ പിള്ളേര് വരെ നോക്കിയെന്നില്ലേ? അന്നേരം ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷേ ഇപ്പൊ ഓർക്കുമ്പോ എനിക്ക് പറ്റുന്നില്ല മുകുന്ദ. അവളെ ജീവിക്കാൻ അനുവദിക്കരുത് മുകുന്ദ. പക്ഷേ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ലടാ. പറ്റിയനെ ആ ജാൻ അവൻ അവളുടെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ എല്ലാ അനിരുദ്ധം കാരണ അയാളുടെ കെണിയായിരുന്നു നീലാംബരിയുടെ ജാതകദോഷം. അങ്ങനെയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇത്രയൊന്നും നടക്കില്ലായിരുന്നു. മുകുന്ദ, അനിരുദ്ധൻ അയാളൊരായുധ. പണ്ട് ഭദ്രയെ നിന്റെ അച്ഛൻ കുടുക്കിയത് അതേ ആയുധം ഉപയോഗിച്ച. ആ കഥ ഞാൻ വഴിയെ പറഞ്ഞുതരാം. നീലാംബരിയുടെ കാര്യത്തിൽ എല്ല് കഷ്ണം കാട്ടി നിന്റെ തന്തയെ ആ ജാൻ പാട്ടിലാക്കി. അനിരുദ്ധനും അവന്റെ മകനും പക നിന്റെ തന്തയോടും പിന്നെ ആ ജാനോടുവാ. അപ്പോ ശത്രുവിന്റെ ശത്രു നമ്മുടെ ആരാ മോനെ? മിത്രം. മുകുന്ദന്റെ ചുണ്ടിലൊരു ചിരിമിന്നി. ഇതേ സമയം ഭദ്രയോട് യാത്ര പറയാൻ തറവാട്ടിലേക്ക് കയറി ചെന്നാണ് കിരണും ജാനും. പക്ഷേ ഉമ്മറത്തെത്തിയതും കാണുന്നത് ഭദ്രയും ഭാർഗവൻ നായർ അവരെ കാത്തു നിൽക്കുന്നതാണ്. മോനെ, ഞാൻ വണ്ടിയുടെ അടുത്തേക്ക് വരാൻ ഇറങ്ങായിരുന്നു. നിങ്ങളുടെ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞോ? ഭാർഗവൻ നായർ ചോദിക്കുമ്പോൾ കിരണാണ് അതിന് മറുപടി നൽകിയത്. ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞു. നാളെ മഴയാണെങ്കിൽ ഷൂട്ട് നടക്കില്ല. എങ്കിലും 2 ദിവസം കൊണ്ട് തീർക്കണം. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ബാക്കിയുള്ളവരോ? ആരത്? കിരൺ നമ്മൾ കാണാവുന്ന നീലാംബരിയുടെ മുത്തശ്ശിനും അമ്മയും മാത്രമാണ്. നിനക്കിനി ആരെയും കാണ്ട്? ജാൻ അല്പം ദേഷ്യത്തിൽ ചോദിച്ചു. ഒരു ചടങ്ങ് നടക്കുമ്പോൾ 10 ആള് കൂടുന്നത് നല്ലതല്ലേ? എന്തേ നല്ലതല്ലേ ഭദ്രകുട്ടി? ഭദ്രയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് കിരൺ ചോദിക്കുമ്പോൾ ചെറു സംശയത്തോടെ ഭദ്ര കിരണിനെ നോക്കി. ഉമ്മരത്ത് ബഹളം കേട്ടതും അകത്തുണ്ടായിരുന്നവർ ഓരോരുത്തരായി പുറത്തേക്ക് വന്നു തുടങ്ങി. മുകുന്ദനും ദത്തിനൊഴികെയുള്ളവരെല്ലാവരും ഉമ്മറത്തേക്ക് വന്നു. അവർ ഷാപ്പിലായിരുന്നുകൊണ്ട് നടക്കാൻ പോകുന്ന അസുലഭ മുഹൂർത്തം മിസ് ചെയ്തു എന്ന് വേണം പറയാൻ. കുട്ടികളെ, അകത്തേക്ക് വരിക. സംസാരം അകത്തിരുന്നാവാം, പുറത്ത് നല്ല മഴയല്ലേ. ആകും പറഞ്ഞ ഭാർഗവൻ നായർ അകത്തേക്ക് പോകുമ്പോൾ ബാക്കിയുള്ളവർ അകത്തേക്ക് കയറി. നീലാംബരിയും കാവ്യയും നാലുകെട്ടിന് നടുമുറ്റത്തേക്ക് കാലിറക്കി വെച്ചിരുന്നു. തൊട്ടു മുമ്പ് പെയ്ത മഴയുടെ വെള്ളം തങ്ങിയെന്നുകൊണ്ട് അതിൽ കാലിറക്കി വെച്ചിരിക്കുന്ന നീലാംബരിയെ ജാൻ ഒരു നിമിഷം കണ്ണിമച്ചി മാതെ നോക്കി നിന്നുപോയി. നടുമുറ്റത്തിന്റെ മറുവശത്തായി മായയും ലാവണ്യയുമുണ്ട്. ഭദ്രയും തുളസിയും 2 കസേരകൾ ജാനും കിരണിനുമായി ഇരിക്കാനിട്ടുകൊടുത്തു. ആ കാഴ്ച കൽപ്പന പല്ലിഞ്ഞരിച്ചുകൊണ്ടാണ് കണ്ടെന്ന്. തറവാട്ടിലെ അന്യപുരുഷന്മാര് വന്നാ ഒളിച്ചിരിക്കുന്നവളാ. ഇപ്പൊ മരുമോ വന്നപ്പോ തുള്ളിച്ചാടി നിൽക്കുന്നു. മനസ്സിലായി ഓർത്തുകൊണ്ട് ഓരം ചേർന്ന് നിന്നു കൽപ്പന. അമ്മേ, ഞങ്ങൾ ഇരിക്കുന്നില്ല. ആക്ട്രസ് ചൈതന്യാണ് ഞങ്ങളുടെ മോഡല്. അവർ പുറത്ത് ക്യാരവാനിൽ വെയിറ്റ് ചെയ്യുക. ആരോ ഹോട്ടലിൽ എത്തിക്കണം. ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. ജാൻ ഭദ്രയെ നോയി പറയുമ്പോൾ ഭദ്ര അവൻ്റെ അടുത്തേക്ക് വന്ന് അവരെ കയ്യിൽ പിടിച്ചു. മോനെ, ഇന്ന് പോണോ? ഇന്നത്തെ ദിവസം തറവാട്ടിൽ തങ്ങരുതോ? അമ്മയുടെ കൂടെ നാളെ പോയാ പോരെ? ഒന്നും അടിച്ചിട്ടാണെങ്കിലും ഭദ്ര അവിടെ മനസ്സിലുള്ള പറയുമ്പോൾ ഭാർഗവൻ നായർ അത് ശരിവെച്ചു. അതെ, ഇന്നിനി പോവേണ്ട കുട്ടി. നിങ്ങൾ 2 ആൾക്കും ഇവിടെ തങ്ങാം. കിരൺ മോന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായോ ഇവിടെ? ഇല്ലല്ലോ. അപ്പോൾ ഉള്ള സൗകര്യത്തിൽ മോനിവിടെ നിന്നോളൂ. പേര് ഞാൻ മറന്നുല്ലോ. ജാൻ. അങ്ങനെ വിളിച്ചാൽ മതി അച്ഛാ. ഭദ്ര ഭാർഗവൻ നായരോട് പറയുമ്പോൾ അയാളൊന്ന് ചിരിച്ചു. ജാൻ വേണ്ട, ആ പേര് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഉണ്ണിക്കുട്ടെന്ന് വിളിച്ചാൽ മതി. മാൻഷനിൽ എല്ലാവരും എന്നെ അങ്ങനെയാ വിളിക്കാറ്. ചെറിയ ചിരിയോടെ ജാൻ പറയുമ്പോൾ കൽപ്പന അതിശയിച്ചുകൊണ്ട് മനസ്സിലായി ഓർത്തുപോയി. ഈ ചെക്കന് ചിരിക്കാനൊക്കെ അറിയോ? നീ മായി, എന്തൊരു ഭംഗിയാ ചേട്ടൻ ചിരിക്കുന്നതാണ്. എന്റെ മൂന്നേനെ പോലെ എപ്പോഴും ദേഷ്യം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ കരുതിയത്. അയ്യടെ ഉപമിക്കാൻ കണ്ടില്ലേ ചാതന് മുകുഞ്ചേറ്റൻ.
മാണിക്കെടുത്ത് ചാണക്കുയിലിട്ട പോലുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ലാവണിയുടെ അണ്ണാക്കി കൊടുത്തു മായ. അതോടെ അവളും നാവിന് റെസ്റ്റ് കൊടുത്തു. ഇനി നിന്ന് കണ്ട് ആസ്വദിക്കാൻ തീരുമാനിച്ചു ലാവണ്യ. അങ്ങനെയൊന്നുമല്ലമ്മേ, ഇവൻ ആരിവനെ ഉണ്ണിക്കുട്ടെന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. ബന്ധുക്കളുടെ മുമ്പിൽ വെച്ചങ്ങനെ ആരെങ്കിലും ഉണ്ണിക്കുട്ടാന്ന് വിളിച്ചാ ഇവൻ നാദു ബംഗ്ലാവ് മറിച്ചു വെക്കും. നാദു ബംഗ്ലാവ്. കിരണിന്റെ വായിൽ നിന്ന് ആ പേര് കേട്ടതും ഭദ്ര എന്ന് വിറച്ചു. തന്നെ കളിയാക്കുന്ന കിരണിനെ കാണാൻ ഞാൻ കണ്ണുകുറിപ്പിച്ച് അവനെ നോക്കി. ആ അത് സാരമില്ല, ഇവിടെ ഇപ്പൊ അന്യരായിട്ട് ആരുമില്ല. നീലാംബരിയുടെ കുടുംബം മോന്റെ കൂടിയാ. അപ്പൊ ഉണ്ണിക്കുട്ടനും കിരണൊന്നും പോവണ്ട. ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും ഇവിടെ കൂടാം. ഭാർഗവൻ നായർ പറയുമ്പോൾ ജാന നിഷേധിച്ചു. ഏയ് അത് ശരിയാവില്ല, സോറി മുത്തശ്ശ. എനിക്ക് ഈ സാഹചര്യത്തിലൂടെ സ്റ്റേ ചെയ്യാൻ തീരെ താല്പര്യമില്ല. ഐ ആം സോറി. ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് ജാൻ പറയുമ്പോൾ ശശിധരനത് തങ്ങളെ ഉദ്ദേശിച്ചാണ് ജാൻ പറയുന്നത് മനസ്സിലായിരുന്നു. പിന്നെ ആരും അവനെ നിർബന്ധിക്കാൻ പോയില്ല. എങ്കിലും ഭദ്രയ്ക്ക് അവന്റെ തീരുമാനത്തിൽ വല്ലാത്ത വിഷമം തോന്നിപ്പോയി. ഒരു കാര്യം പറഞ്ഞോട്ടെ, കാവ്യ എടോവാ. കിരൺ കാവ്യയെ വിളിക്കുമ്പോൾ കാവ്യക്കൊപ്പം നിലയിൽ നടുമുറ്റെന്ന് എഴുന്നേറ്റു. പക്ഷെ കിരണിന്റെ അടുത്തേക്ക് കാവ്യ മാത്രമേ പോയുള്ളൂ. കാവ്യയെ മാത്രം വിളിച്ചാൽ നീലാംബരിയുടെ ഹൃദയം വല്ലാതെ നീറിപ്പുകഞ്ഞു. കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ കിരണിനെ നോക്കി. കാവ്യയെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തി കിരൺ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇരു കൈയും നെഞ്ചിൽ പിണച്ചു കെട്ടി ജാൻ നീലാംബരിയെ നോക്കി നിന്നു. അവന്റെ നോട്ടം കാണേ അവളെ മുഖം കൂർപ്പിച്ച് അവനെ നോക്കി നിന്നു. കാവ്യ എല്ലാവർക്കും അറിയാലോ, നീലാംബരിയുടെ ഫ്രണ്ടാണ്. ഞങ്ങളുടെ ഓഫീസിൽ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുക. ഇനി മുതൽ ഇവൾ ഞങ്ങളുടെ വീട്ടിലാണ് ജോലി ചെയ്യാൻ പോകുന്നത്. ചിരിച്ചുകൊണ്ട് കിരൺ പറയുന്നിട്ട് ഭദ്രയും ഭാർഗവൻ നായരും ഒപ്പം ചിരിച്ചു. കാര്യങ്ങൾ കുറെ അവരും അറിഞ്ഞതാണ്. പക്ഷെ കുടയുമായി ഉമ്മറത്തേക്ക് കയറുന്ന ആവണി ഇത് കേട്ട് അല്പനേരം അവിടെ പതുങ്ങി നിന്നു. ഇവളെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാ അല്ലേടി പറഞ്ഞു കഴിഞ്ഞതും കാവ്യ തന്നെ നെഞ്ചിലേക്ക് ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അവളെ ഒന്ന് നോക്കി. കാവ്യ ഒന്ന് ചിരിച്ചതേയുള്ളൂ. പുറത്തുനിന്ന് ആവണിക്ക് അതൊരു പുതിയ അറിവായിരുന്നു. താൻ കേട്ട് സത്യം തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ അവൾ ഒരിക്കൽ കൂടി കാതുകൂർപ്പിച്ച് നിന്നു. ആവണിക്ക് മാത്രമല്ല, മായക്കുല്ല ആവണിക്കൊക്കെ ഒരു ഞെട്ടൽ തന്നെയായിരുന്നു. ഭാഗ്യം പിറന്ന പെൺതരികളെ അതീവ അസൂയയോടെ നോക്കിയെന്നു മായയും ലാവണ്യയും. വിവാഹി വരുന്ന സൺഡേ ആണ്. 2 ദിവസം മാത്രമേ ഉള്ളൂ ഇനി. എല്ലാ ഒരുക്കങ്ങളും തകൃതിയിൽ അണിയറയിൽ ഇറങ്ങേറുന്നുണ്ട്. ഞങ്ങളുടെ ഫാമിലിയൊക്കെ അതിന്റെ തിരക്കില്ല. നാളെ കഴിഞ്ഞ പിന്നെ ഷൂട്ട് വിവാഹം കഴിഞ്ഞിട്ടേ ഉണ്ടാവും. അപ്പൊ എല്ലാവരും വിവാഹത്തിന് വരണം. വെന്യൂ ഞങ്ങൾ അറിയിക്കാം. അങ്ങനെ പറഞ്ഞുവെങ്കിലും കിരൺ നോക്കിയത് ഭാർഗവൻ നായരെയും ഭദ്രയെയും മാത്രമാണ്. ബാക്കിയുള്ളവർ അവനൊന്നും നോക്കുകൂടി ചെയ്തില്ല. ഇത്രയും കാലം കാരണവർ ചമഞ്ഞ് ജീവിച്ച ശശിധരന് അതൊരു അപമാനം തന്നെയായിരുന്നു. പോക്കറ്റിൽ നിന്നൊരു ചെക്ക് എടുത്ത് ഭാർഗവൻ നായരുടെ കയ്യിൽ കൊടുത്ത് കിരൺ, മുത്തശ്ശ, ഈ തറവാടിൽ ഷൂട്ട് നടത്താനായി ഞങ്ങൾ തുക ഫിക്സ് ചെയ്തിരുന്നു. അതിപ്പോ ഈ പ്രൊജക്ട് എവിടെ വെച്ച് നടത്തിയാലും കാശ് കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. സോ ഈ തറവാടിലെ കാരണവർ എന്ന നിലയിൽ ഇതിന്റെ അവകാശം മുത്തശ്ശനുള്ളതാ. കിട്ടി. ശശിധരന്റെ പത്തിക്ക് തന്നെ കിരൺ കൊട്ടി. അയാൾക്ക് ശരീരം തളരുന്ന പോലെ തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. കുറച്ചു ദിവസമായി നിങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടിയ അഹങ്കാരത്തിനുള്ള നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത്. ആകെയുള്ള മോനെ വെറുപ്പിച്ചും പോരാഞ്ഞ് കൂടെ ഒരു കൂട്ടുകാരനെ പോലെ കൊണ്ടുവരുന്ന എന്റെ ഏട്ടനെയും വരെ നിങ്ങൾ തന്തയ്ക്കും തള്ളക്കും വിളിച്ചു. അനുഭവിക്കും നിങ്ങൾ. കൽപ്പനയുടെ വാക്കുകൾ ചെവിയിലായി ഈയം കണക്കെ പൊള്ളിച്ചുകൊണ്ട് ഒരിക്കൽ വലിച്ചിറങ്ങുന്ന ശശിധരൻ അറിഞ്ഞു. മോനെ കിരൺ, മറ്റൊരിടത്താണെങ്കിൽ നിങ്ങൾക്ക് ഈ പണം കൊടുക്കേണ്ടി വരും, ശരിയാ. പക്ഷേ ഈ തറവാടിപ്പോ നീലാംബരിയുടെ പേരിലാ. ശശിധരൻ ഒന്ന് ഞെട്ടിക്കൊണ്ട് ഭാർഗവൻ നായർ നോക്കി. സരോജിനിക്ക് സുഖമില്ലാണ്ടായപ്പോ അവളുടെ ആഗ്രഹപ്രകാരം ഞാൻ എൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം നീലാംബരിക്ക് അവകാശം വെച്ച് എഴുതി. അതിന് സമ്മതമായിട്ട് സരോജിനിയും ഭദ്രയും ഒപ്പുവെച്ച വിൽപ്പത്രം എൻ്റെ കയ്യിലുണ്ട്. ഇനി അത് പ്രമാണമാക്കാൻ നീലാംബരിക്കൊരു തടസ്സവും ഉണ്ടാവില്ല. അപ്പൊ ഈ തറവാട് അവിടെ ഭർത്താവാകുമ്പോന്ന് ഉണ്ണിക്കുട്ടനെ അവകാശപ്പെട്ടത് തന്നെയാ. പണത്തിന്റെ പേരിൽ നമ്മുടെ ഈ ബന്ധം ചെറുതാക്കണത് എന്തിനാ കുട്ടിയെ? കിരണിന്റെ കൈകളിലേക്ക് ചെക്ക് മടക്കി കൊടുക്കുമ്പോൾ അവൻ അദ്ദേഹത്തോട് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അകത്തേക്ക് കയറി വന്ന ആവണി ജാന നെഞ്ചിൽ പിണച്ചിട്ടെ കൈകളിലേക്കും തൊട്ടുകൊണ്ട് അവന്റെ കാതിലായി എന്തോ പറയാൻ ശ്രമിക്കുമ്പോൾ അവൻ അവളെ ഒന്ന് നോക്കിയ ശേഷം എന്താ എന്നുള്ള രീതിയിൽ അല്പം കുനിഞ്ഞു. വാട്ട്? ആവണി പറയുന്ന കേട്ട് ജാനൊരു അലർച്ചയായിരുന്നു. വേഗം തന്നെ അവൻ മഴ വകവെക്കാതെ പുറത്തേക്കിറങ്ങി വേഗത്തിൽ നടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.